പലസ്തീനോട് ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റ്. ഇങ്ങനെ വിളിച്ചു കൂവുന്നവരോട് ഒരു ചോദ്യം. പഹൽഗാമിൽ 26 ഹിന്ദുക്കളെ മതം നോക്കി, തുണി പൊക്കി നോക്കി വെടിവെച്ച് കൊന്നത് തെറ്റാണെന്ന് ഈ പാലസ്തീൻകാർ പാകിസ്ഥാനോട് പറഞ്ഞു. കമ എന്ന് ഒറ്റ അക്ഷരം പോലും മിണ്ടിയില്ല. കാരണം ജൂതനും ഹിന്ദുവും ക്രിസ്ത്യാനിയും പാകിസ്ഥാനികൾക്കും പലസ്തീൻകാർക്കും കാഫിർമാരാണ്. അവരെ കൊല്ലേണ്ട ലിസ്റ്റിലാണ് ഇരുവരും പെടുത്തിയിരിക്കുന്നത്. ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പിലെ പ്രധാന ഭാഗങ്ങളാണ് ഇത്. അദ്ദേഹം തുടർന്ന് പറയുന്നത് പാലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുന്നവരോടുള്ള ചില ചോദ്യങ്ങളാണ്. ആ പോസ്റ്റ് വായിക്കാം. ഭാരതത്തിന്റെ സുരക്ഷയ്ക്കായി ഇസ്രായേലിനോട് കൈകോർക്കും. അതിന് ഏവനാണ് ഇത്രയ്ക്ക് കുഴപ്പം? പലസ്തീന്റെ കാര്യം നോക്കാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ട്രീയിലെ 57 രാജ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ സുരക്ഷ നോക്കാൻ ഇന്ത്യ മാത്രം. അതുപോലെ ഇസ്രായേലിന്റെ സുരക്ഷ നോക്കാൻ ഇസ്രായേലും മാത്രം. മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് യുദ്ധത്തിന് വന്നാൽ സന്തോഷത്തോടെ മരിക്കാൻ തയ്യാറാകാൻ പറഞ്ഞു ഗാന്ധിജി. അതിനി മനസ്സില്ല. ആ നിലപാട് 4 ചുരുട്ടിക്കൂട്ടി പോക്കറ്റിൽ തിരികിയാൽ മതി. കൂടാതെ ഹമാസിന്റെ തീവ്രവാദത്തെ തീവ്രവാദം എന്ന് തന്നെ പറയും. അത്രയ്ക്ക് ദണ്ഡമുള്ളവർ ഉണ്ട് എങ്കിൽ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാതെ നേരെ ഖത്തറിലേക്ക് വിട്ടിട്ട് അവിടെ നിന്നും പലസ്തീൻ, പിന്നെ ഹമാസിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചു നോക്കൂ. അപ്പോൾ ആസനം വഴി വെടിയുണ്ട വരുന്നത് അറിയാം. നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് അംഗീകരിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണോ പലസ്തീനോ? ഉത്തരം ഇസ്രായേൽ, പലസ്തീൻ അല്ല. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിനെതിരെ ഭാരതത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇസ്രായേലാണോ പലസ്തീനാണോ? ഉത്തരം ഇസ്രായേൽ, പലസ്തീൻ അല്ല. കാർഗിൽ യുദ്ധസമയത്ത് ഭാരതത്തെ പിന്തുണച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണോ പലസ്തീനാണോ? ഉത്തരം ഇസ്രായേൽ, പലസ്തീൻ അല്ല. ഏത് പാർട്ടി അധികാരത്തിലിരുന്നാലും 26/11 മറ്റു പ്രയാസകരമായ സമയങ്ങളിൽ ഭാരതത്തോടൊപ്പം നിന്ന രാജ്യം ഏതാണ്? ഇസ്രായേലോ പലസ്തീനോ? ഉത്തരം ഇസ്രായേൽ, പലസ്തീൻ അല്ല. അതുകൊണ്ട് ആദ്യമായാണ് ഭാരതം ഹമാസിനെ പരാമർശിക്കുന്നത്. ആദ്യമായാണ് ഭാരതം ജെറുസലേമിനെ ഇസ്രായേലിന്റെ പൂർണ്ണമായി അംഗീകരിച്ചത്. ആദ്യമായാണ് ഭാരതം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്. തീർന്നില്ല. ലോകത്തിൽ ആദ്യ രാജ്യമായി 1974 ഇന്ത്യ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ അംഗീകരിച്ചു. അതിനുശേഷം പലസ്തീൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ സജീവമായി. അവിടെ പാകിസ്ഥാൻ സ്ഥിരമായി കാശ്മീർ വിഷയം ഉന്നയിക്കാറുണ്ടായിരുന്നു. പലസ്തീൻ ആരെയാണ് പിന്തുണച്ചത്? ഇസ്ലാമിക് ബ്ലോക്കിലെ അംഗം എന്ന നിലയിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടിനോട് യോജിക്കുന്ന OIC പ്രമേയങ്ങളെയാണ് പലസ്തീൻ പിന്തുണച്ചത്. കാശ്മീരിലെ സ്വയം നിർണയാവകാശത്തിനായുള്ള പാകിസ്ഥാന്റെ ആവശ്യത്തെ OIC കോൺടാക്ട് ഗ്രൂപ്പ് ആവർത്തിച്ച് പിന്തുണച്ചു. അന്ന് പലസ്തീൻ ആരെയാണ് പിന്തുണച്ചത്? തീർച്ചയായും പാകിസ്ഥാനെ. 2019 ഓഗസ്റ്റിൽ ഇന്ത്യ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ശക്തമായി അപലപിച്ചു. അന്നും പലസ്തീൻ ആരെയാണ് പിന്തുണച്ചത്? പാകിസ്ഥാനെ. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഇന്ത്യക്കെതിരായ പാകിസ്ഥാൻ കാഴ്ചപ്പാടുകൾക്കും നിലപാടുകൾക്കും ഒപ്പം നിന്നു. പലസ്തീൻ എന്ത് ചെയ്തു? എതിർത്തില്ല എന്ന് മാത്രവുമല്ല, തുർക്കിയോടും അസർബൈജാനോടും കൂടി ചേർന്ന് പാകിസ്ഥാനെ പിന്തുണച്ചു. മേൽപ്പറഞ്ഞ 4 സന്ദർഭങ്ങളിലും ഇന്ത്യയുടെ നിലപാടിനൊപ്പം ഉറച്ചു നിന്നത് ആരാണ്? ഇത്തരത്തിലുള്ള കുറേയധികം ചോദ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്ത്യ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത്? ഉറക്കെ പറയൂ. ഇന്ത്യയാണ് പിന്തുണയ്ക്കേണ്ടത്. ഇന്ത്യയുടെ ശത്രുവിനെ പിന്താങ്ങുന്നവനെയോ അതോ നമ്മളെ സഹായിക്കുന്നവനെയോ? അവസാനമായി പഹൽഗാമിൽ 26 ഹിന്ദുക്കളെ മതം നോക്കി, തുണി പൊക്കി നോക്കി വെടിവെച്ച് കൊന്നത് തെറ്റാണെന്ന് ഈ പലസ്തീൻകാർ പാകിസ്ഥാനോട് പറഞ്ഞു. പല പ്രാവശ്യം പാകിസ്ഥാൻ സന്ദർശിക്കാൻ എത്തി. കമ എന്നൊരൊറ്റ അക്ഷരം പോലും വേണ്ടിയില്ല. കാരണം ജൂതനും ഹിന്ദുവും ക്രിസ്ത്യാനിയും പാകിസ്ഥാനികൾക്കും പലസ്തീൻകാർക്കും കാഫിർമാരാണ്. അവരെ കൊല്ലേണ്ട ലിസ്റ്റിലാണ് ഇരുവരും പെടുത്തിയിരിക്കുന്നത്. ഞാൻ വിളിക്കും ഭാരത് മാതാ കി ജയ്, കൂടാതെ ഇസ്രായേൽ കി ജയ് എന്ന്. കാരണം ആപത്തിൽ സഹായിക്കുന്നവൻ എന്നും ബന്ധു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.